കുട്ടിയായിട്ടുള്ള ആ ഒരു സംഭാഷണം അത് നിങ്ങൾ തമ്മിൽ നടത്തിയ സംഭാഷണമാണ്. അതാണ് ഇദ്ദേഹത്തിന്റെ കഴിച്ചത്. ചേട്ടാ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ആൾക്കാരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിലോട്ട് ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ഒരു സാധനങ്ങൾ ഫിറോസ് ഖാൻ ഇങ്ങനെ ഇടാൻ തുടങ്ങിയപ്പം ഈ ഫോട്ടോ ലീക്കായപ്പം ആൾക്കാരങ്ങ് കയറി ഏറ്റെടുത്തു. ഈ ഫോട്ടോ ഇദ്ദേഹം ലീക്കാക്കിയതാണ്. ഫിറോസ് ഖാൻ തന്നെ ഫുള്ള് ലീക്കാക്കി. അതിന്റെ നമുക്ക് എങ്ങനെ അത് അറിയാൻ പറ്റുന്നത് ഇദ്ദേഹം ലീക്കാക്കിയെന്ന്? സോഷ്യൽ മീഡിയ ആദ്യത്തെ ഫോട്ടോസ് അതൊന്നും പുള്ളിയല്ല. അതൊന്നും ഞാൻ ഇല്ലാത്ത കാര്യത്തിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് എൻ്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തത്. അത് ആദ്യം പുള്ളിക്കാരൻ ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാർ ഇങ്ങനെയാണ്, പുള്ളിക്കാരി ആക്ട്രസ് ആണ്, എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ. ഈ സജിനയുടെ വർണ്ണന കണ്ടാൽ തോന്നും എന്നും നിന്റെ മൊയ്തീനിലെ കാഞ്ചനമാലയെ പോലെ ഏതോ ഒരു വലിയ ദിവ്യ പ്രണയത്തെയാണ് ഇത്ര വർണ്ണവൽക്കരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അണ്ണാ, അവിഹിതത്തെയാണ് ഇത്രയധികം വർണ്ണവൽക്കരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നടന്നിട്ടുള്ള അബോഷനെയാണ് ഇത്രയും വർണ്ണവൽക്കരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ട് കഴിഞ്ഞാൽ ഏതോ ഒരു പളുങ്ക് പാത്രത്തിൽ എടുത്ത് വെച്ച് അതിന്റെ ചുറ്റും കുറച്ച് പൂക്കളൊക്കെ വെച്ച് നല്ല ആഡംബരമാക്കി ഒരു മാലയൊക്കെ ഇട്ട് സൈഡിലൊരു ബൊക്കയും ഇപ്പുറത്തൊരു റീത്തും വെച്ചിട്ട് ഇങ്ങനെ മുന്നിലേക്ക് എടുത്ത് കാണിക്കുന്നു. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. എന്താണെന്ന് തന്നെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടറ ഓളി അവിഹിതം. അതായത് പൂക്കുറ്റിയായിട്ടുള്ള പൂക്കുറ്റി അവിഹിതം. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലെയും കാലിലെയും വിരലുകൾ തന്നെ തീർന്നു പോകുമെന്നാണ് അവസാനത്തെ വന്നിട്ടുള്ള നിഗമന പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. പൂക്കുറ്റിയായിട്ടാണെങ്കിൽ 1, 2 അല്ല 2 അബോഷന്റെ കാര്യം വരുന്നത്. എന്നിട്ട് പൂക്കുറ്റിയുടെ പുറകെ നടക്കുന്ന കാര്യം, പൂക്കുറ്റിയെ ഭീഷണിപ്പെടുത്തുന്നുള്ള കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വോയിസിനകത്തുനിന്ന് പുറത്ത് വന്നിട്ടുള്ള കാര്യം. പൂക്കുറ്റി മറ്റേ ഓസ്കാർ കിട്ടിയപ്പോഴത്തേന് പൂക്കുറ്റി വിചാരിച്ചു ഈ ഓസ്കാർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എൻ്റെ അണ്ടറിലായിരിക്കും. അങ്ങനെ അണ്ടറിലാക്കാൻ നോക്കിയാണ് അവസാനം അണ്ടർവെയറിനകത്ത് കയറി ചുറ്റിയ അവസ്ഥയിലാണ് കഥ വന്നു നിന്നത്. എല്ലാം നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെ. ഇപ്പം വന്നിരിക്കുന്നത് പുതിയ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ആയിട്ടാ. അതിനകത്ത് ഫിറോസ് ഖാൻ അങ്ങനെയാണ്, ഫിറോസ് ഖാൻ ഇങ്ങനെയാണ്, അവൻ മറ്റേതാണോ അവൻ മറിച്ചതാണ്, ഏതോ ഫിറോസ് ഖാൻ അണ്ടർ 18 ആയിട്ടുള്ള എന്തോ കാര്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. എൻ്റെ വോയിസ് എന്തൊക്കെ പുറത്തു വിടുമെന്ന് പറഞ്ഞായിരുന്നു. എന്തൊന്നും കിട്ടിയില്ലേ, വന്നില്ലേ. അങ്ങനെ ഇരിക്കുന്ന വ്യക്തി ഓടി വന്നിട്ട് ഫിറോസ് ഖാനെ കുറിച്ച് ഇങ്ങനെ കുറേ അപവാദങ്ങൾ, അങ്ങനെ പറയാൻ പറ്റും, അപവാദങ്ങൾ വന്നങ്ങോട്ട് പറഞ്ഞു വിടുമ്പോഴത്തേക്കിന് അതായത് ഡേഞ്ചർ ഫിറോസ് നല്ല രീതിയിലൊരു പണിയാണ് കൊടുത്തത് 20 സാധനമാണ് വിത്ത് എവിഡൻസ് 3 വീഡിയോ അടിച്ച് താത്ത് തറയിലങ്ങ് ഇരുത്തി. കാരണം എന്തുവാ, അതിനകത്ത് കംപ്ലീറ്റ് തെളിവുകളുണ്ടായിരുന്നു. ആ വ്യക്തി ഇരിക്കുന്ന സമയത്ത് തന്നെ ഏതോ ഒരു ഷോർട്ട് ഫിലിം മലപ്പുറത്തുള്ളവരുടെ കൂടെ പോയിട്ട് പ്രൊഡ്യൂസറോ ഡയറക്ടറോ, നിങ്ങളാരാ പ്രൊഡ്യൂസറോ അതോ ഡയറക്ടറോ, എന്നാൽ ആദ്യം ഞാൻ പ്രൊഡ്യൂസറെ കൂടെ പോകും, പിന്നെ ഞാൻ ഡയറക്ടറെ കൂടെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടിയത് ഒരു മുദ്രപത്രത്തിൽ ഇരുന്നുകൊണ്ട് വിവാഹമോചനം എഴുതി കൊടുക്കുന്ന കാര്യങ്ങളും, അതിനുശേഷം എനിക്ക് ഫിറോസ് ഖാനെ വേണ്ട, എനിക്ക് നിന്നെ മതി എന്ന് പറയുന്ന ഓഡിയോ വിത്ത് വീഡിയോ നമ്മൾ കണ്ടതാ അല്ലേ. പിന്നെ വന്നിട്ട് അതിനെ വർണ്ണവൽക്കരിച്ച് വർണ്ണക്കടലാസി പൊടിഞ്ഞൊരു മുട്ടായി ആയിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവരണ്ട. അത് എത്രയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും എത്തി ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു കാര്യം. അത്ര എനിക്ക് അവസാനിച്ച് പറയാനുള്ളൂ. അതിനകത്ത് വ്യക്തമായിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിരുന്ന് ഈ പറയുന്നതിനകത്ത്, ഈ മെഴുകുന്നതിനകത്ത് എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് കണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് ഒരേപോലെ ഇരുന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ പോകാവൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മൊത്തം കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. പകുതിക്കൊക്കെ കണ്ടിട്ട് വന്ന് കമൻറ്റ് എടുത്തിരുന്ന പരിപാടി അങ്ങ് നിർത്തിക്കോണം. പിന്നെ ഹൈപ്പ് 3 ഞൊട്ടിട്ടുള്ളൂ. മര്യാദയ്ക്ക് എൻ്റെ വീഡിയോയുടെ താഴെ ഹൈപ്പ് ഇട്ടോണം. കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ അങ്ങോട്ട് കണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഭയങ്കര കരച്ചിലും ബഹളം. കാരണം ഞാൻ എന്തിനു പോയി, എൻ്റെ വർക്കിന് പോകാൻ നിന്ന് ആ പൈസ പോലും എനിക്ക് തന്നിട്ടില്ല. ഞാൻ പോയി നിന്ന പൈസ പോലും പുള്ളിക്കാരി എനിക്ക് തന്നിട്ടില്ല. തിരിച്ചു വരുമ്പോൾ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ, ബിഗ് 0 ആയിട്ടാണ് ഞാൻ വരുന്നത്. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് ഫിറോസ് ഖാൻ, ആ സമയത്ത് ഞാൻ വിളിച്ച് കരയുന്നുണ്ട് ഫിറോസ് ഖാനെ. എനിക്ക് കാരണം എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു, എനിക്ക് പ്രശ്നങ്ങളാണ്, എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ വല്ലാത്ത കുരുക്കിലാണ് പോയി വീണത്, ഇനിയെങ്കിലും കുഞ്ഞിനുള്ള ചിലവിനെങ്കിലും ഇട്ട് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ കരയുന്നുണ്ട്. പുള്ളി അപ്പം പറഞ്ഞു, പുള്ളി നിന്റെ ഇഷ്ടത്തിന് നീ പോയതല്ലേ, നിന്റെ ലൈഫല്ലേ, അങ്ങനെ പറഞ്ഞാൽ ഞാൻ തെള്ളു തന്നെ. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് റസൂൽ ഖാൻ്റെ ഒരു മൂവിയിൽ ഒരു ക്യാരക്ടർ എന്നെ വിളിക്കുന്നു. അപ്പം നമ്മൾ അവിടെ പോകുന്നു. പോയി എന്നെ കൊണ്ടുവന്ന് അതിനകത്ത് ഒരു എയർ ഹോസ്റ്റസ് ആയിട്ട് ഞാൻ അഭിനയിക്കുന്നു. ഒറ്റ മൂവി തന്നെ, ഒറ്റ മൂവി തന്നെ. ഇല്ല ആ സമയത്ത് ഫിറോസ് ഖാൻ ഇല്ല, ഈ ചാപ്റ്ററിലൊന്നും ഫിറോസ് ഖാൻ ഇല്ല. നമ്മളത് കഴിഞ്ഞു. ആ ചാപ്റ്റർ അങ്ങനെയാണ് നമ്മൾ സംസാരിച്ചു. ആ സമയത്ത് കുറച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സാർ ഭയങ്കര എന്നെ വിളിച്ച് നല്ല പ്രൊട്ടക്ഷൻ, നല്ലൊരു കെയറിംഗ്. അതായത് നമ്മൾ പോയ ഒരു വൃത്തികെട്ട കുഴിയിൽ കെയറിംഗ് ആയിട്ടായി പൂക്കുറ്റിയുടെ കെയറിംഗിലാണ് ചേച്ചി വീണെന്നാണ് നമുക്കിപ്പോൾ അവസാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പൂക്കുറ്റിയുടെ കെയറിങ്, പൂക്കുറ്റി ഇതങ്ങോട്ട് കണ്ടപ്പെടുത്തേന് എന്നാ 2 കുറ്റി പൊട്ടിച്ചിട്ടേ ഇരിക്കത്തുള്ള രീതിയിൽ ആദ്യം എന്ന രീതിയിൽ ഒരു കെയറിങ്ങും. കാരണം കെയറിങ് ആയിട്ടായി മാർക്ക് പെണ്ണുങ്ങൾക്ക് പൊതുവെ ഭയങ്കര താല്പര്യം കൂടുതലായിരിക്കും. അങ്ങനെ ഒരു കെയറിങ് ആയിട്ടായി ആയിരുന്നു. അണ്ണാ ഓസ്കാർ കിട്ടിയതിൻ്റെ കെയറിങ് ആയിരുന്നു കാണിച്ചത്. നല്ല കെയറിങ് ആയിപ്പോയി അവസാനം ക്യാരിങ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി. എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിയാണ്. കാരണം അതിനുവേണ്ടി പൈസ ചിലവാക്കി ഒരു കുഴിയിൽ നിന്ന് തന്നെ വേണം പറയാം, അത്രയും വലിയൊരു കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു. പിന്നെ എൻ്റെ മെന്റൽ സപ്പോർട്ടിംഗ് ആയിട്ടൊക്കെ ഇവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തിക് ഫ്രണ്ട്സ് ആയി ഞങ്ങൾ. കുറേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എന്ത് വന്നാലും ഞാൻ അങ്ങോട്ട് പറയും, എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക്. അതായത് ചേട്ടാ, ഞാൻ അതിനുശേഷം 1 വർഷം വർക്കില്ലാതിരുന്നിട്ടുണ്ട്. അയ്യോ, ഇത് കേൾക്കുന്നവർക്കെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. പൂക്കുറ്റി, റസൂൽ പൂക്കുറ്റി, തിരക്കുകളൊന്നും തീരെയില്ലാത്ത മനുഷ്യൻ. നിങ്ങളുടെ ദാമ്പത്തിക പ്രശ്നങ്ങളും നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കേൾക്കാനായിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ അപ്പുറത്തിരുന്നില്ലേ ഈ പൂക്കുറ്റി? നിങ്ങൾ തൊട്ടിപ്പുറത്ത് ആ കാര്യങ്ങൾ പറയുന്നു, തിരിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവിഹിതം
അങ്ങനെ പറഞ്ഞാൽ പോരെ, കൂടുതൽ ആലങ്കാരികമായിട്ട് പറയുന്നത് എന്തിനാ, നമുക്കെല്ലാം മനസ്സിലായത് അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചിലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടുക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരൻ. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് വയറ്റിൽ 2 പിള്ളേരുണ്ടായിട്ട് അത് അബോർട്ട് ചെയ്തിട്ട് ഇതെൻ്റെ ആങ്ങളെയാണോ ഭർത്താവാണോ അതോ അച്ഛനാണോ? എന്തായാലും ആങ്ങളെ കൊണ്ടും അച്ഛനെ കൊണ്ടും നമ്മൾ ആ പരിപാടി ചെയ്യിപ്പിക്കത്തില്ല. അപ്പം ഭർത്താവാക്കാം, ഇല്ലെങ്കിൽ കാമുകനാക്കാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാക്കാം. ചേച്ചി എന്നെ കൂടെ കരയിപ്പിക്കാതെ. ഇനി പുള്ളിക്കാരൻ നിങ്ങൾക്ക് ദൈവതുല്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് 2 ദിവ്യ ഉണ്ണികളാണ്. അത്രയും അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. പിള്ളേരൊക്കെ പലതും പറയും, നമ്മളത് നോക്കില്ല. ഒറ്റ അടിക്കല്ലേ കരച്ചിലേക്ക് പ്രവേശിച്ചത്. ഒരു അവിഹിതത്തെ വർണ്ണക്കടലാസി പൊതിഞ്ഞ് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ഏക വനിത, കേരളത്തിലെ ഏക വനിതയായിരിക്കും ഇത്. അത്രയും സിറ്റുവേഷനിൽ എന്നെ കൈപിടിച്ചെന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. പിന്നെ വഴക്കുകളുണ്ടാവാം ഞങ്ങൾ തമ്മിൽ, ഫ്രണ്ട്സ് ആയാലും നമ്മൾ തമ്മിൽ. ഞാൻ പറഞ്ഞേക്കാണ് ആ സിറ്റുവേഷനിൽ കൈപിടിച്ച് തന്നൊരു നല്ല മനുഷ്യനാണ്. ആ വോയിസിനകത്ത് ഞാൻ കേട്ടായിരുന്നേ, ഇത് ഞാനായിട്ട് ചെയ്തതല്ലല്ലോ, ഞാൻ കൈ പിടിപ്പിച്ച് സാധനം എടുത്ത് ഇങ്ങോട്ട് വെച്ചതല്ലല്ലോ, നിങ്ങളായിട്ട് തന്നെ വെച്ച് ഇതിനകത്ത് കളഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം വീടെടുത്ത് നിന്നും ഉയർത്തി എഴുന്നേൽപ്പിച്ചത് ഇങ്ങനെയാണോ? ദൈവമേ, എൻ്റെ സൗണ്ടും പോയി കേട്ടോ ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. നിന്റെയൊക്കെ പ്രാക്കാൻ തോന്നുന്നു. നീയൊക്കെ കുറേ എണ്ണം ഞാനിങ്ങനെ വീഡിയോ ചെയ്തതിന് മറ്റേതാടാ മറിച്ചാടെ ഇറങ്ങിപ്പോടാ വണ്ടിക്കകത്തെന്നൊക്കെ പറഞ്ഞ് ആ സൗണ്ട് പോലും ഇല്ലടാ. ഈവിളൈ ആണോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. ഈവിളൈ ഫ്രണ്ട്സ് ആയാലും എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാവും. അപ്പം ഈ സംഭവങ്ങൾ വന്നിട്ട് ഈ വോയിസ് റെക്കോർഡൊക്കെ വെളിയിൽ വരാൻ കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഞാനത് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് അയ്യോ സത്യമായിട്ടും സാജിന എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. 1 or 2 അനുഭവങ്ങളാണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിരലിലെണ്ണാ തീരത്തില്ല. ഇവിടുന്ന് എണ്ണി തുടങ്ങി കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് 1 ലോറി ആൾക്കാരെ വിളിച്ച് അവരുടെ വിരലും കൂടെ എടുത്ത് വെച്ച് എണ്ണണം. ആ രീതിയിലുള്ള പണികളാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് പോലും പഠിച്ചിട്ടില്ല. വീണ്ടും പഠിക്കാനായിട്ട് അധ്യായം തുറന്നു കിടക്കുന്നു. ഏറ്റവും ഉദാഹരണം ഞാൻ തന്നെയാണ്. അതിനുശേഷം എൻ്റെ ഈ വോയിസ് റെക്കോർഡ് ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് തർക്കങ്ങൾ വരുമ്പോഴും ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയുമ്പോൾ ഇക്കാര്യം വിളിച്ചിട്ട് ഇതാണ്ട് അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങൾ എന്ന് പറഞ്ഞ് പുള്ളിയും കൂടെ പറയും. അപ്പോൾ ഞാൻ പറയാം, ഇക്ക അങ്ങനെ പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഡബിൾ ഗെയിം കളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയടുത്തൊന്ന് പറയുന്നത് എൻ്റെ അടുത്തൊന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് അങ്ങനെ പറഞ്ഞു. എന്നാൽ ഇതാ ഈ റെക്കോർഡ് നിങ്ങൾ കേൾക്കുന്ന ഇപ്പം ഞാൻ ഇക്കാര്യം സംസാരിച്ച റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് ഉള്ളത് അത് പുള്ളിക്കാരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹം എന്നോട് ഞാൻ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഈ 3 കോടി അത് പുള്ളിക്കാരൻ അറിയാമല്ലോ. കാരണം തികച്ചും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇത് നമ്മൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ സംസാരങ്ങൾ ഇവരെല്ലാം നമ്മളായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ വോയിസ് റെക്കോർഡ് വെളിയിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്താണ് നമ്മൾ പെറ്റീഷൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഖാൻ നമ്മളെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള അത് 2ാമതാണ് കൊടുത്തത്. ഭീഷണിപ്പെടുത്തുന്ന ഇപ്പോൾ കൊടുത്തത്, ഈ റീസണിലാണ് കൊടുത്തത്. അതിന് മുന്നേ ഈ പുള്ളിക്കാരൻ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു ഫോട്ടോയുടെ കാര്യം വെച്ചിട്ട് നമ്മളായിട്ട് 2 ഫോട്ടോ ഇങ്ങനെ ലീക്കായി. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് അവിടുന്ന് ഭയങ്കര അലിഗേഷൻ. അതെ അത് എൻ്റെ കയ്യിൽ ഇതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ലീക്കായ സാധനം. സെൽഫി എൻ്റെ ഫോട്ടോ 2 ഫോട്ടോസ് അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതല്ല ഏട്ടാ. ഈ പറഞ്ഞ ഇവർ 2 പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവുന്ന പറഞ്ഞാണോ ഞാൻ ഇട്ട് കൊടുത്തത്? എൻ്റെ പല്ല് തന്നെ ഞാൻ കുത്തി നാട്ടിക്കും. ഞാൻ അത് സംസാരിക്കുന്ന വാക്കുകൾ ഭയങ്കര അഗ്ലി സംസാരങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അപ്പം ഞാൻ എന്നെ കുത്തി നാട്ടിക്കാൻ പോട്ടെ, അദ്ദേഹത്തിനെ ഞങ്ങൾ കുത്തി നാട്ടിക്കാൻ വേണ്ടിയിട്ടോ എന്നെ കുത്തി നാട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്ര അഗ്ലി സംസാരം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പുരുഷനുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കിന് അത് വേറൊരാൾക്ക് ഇട്ട് കൊടുത്തിട്ട് അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണോ? അതോ ഞാൻ ഇങ്ങനെയൊക്കെ പൂക്കുറ്റിയോട് പറഞ്ഞിട്ടുണ്ടോ, അടിച്ച് പൂക്കുറ്റിക്ക് വായി ഞാൻ കൊടുത്തിട്ടുണ്ട്, നീ ഇത് കേൾക്കടാ എന്ന ഒരു രീതിയിൽ ഇട്ട് കൊടുത്തതാണോ? അപ്പം ഇത് വൈറലായതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ നിങ്ങൾ തന്നെ. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളേ. നമ്മൾക്ക് ഇതിനകത്ത് വലിയ ഇൻ്റർഫിയർ ഒന്നുമില്ല, ചുമ്മാ കേട്ടപ്പോൾ പറഞ്ഞത്രേ ഉള്ളൂ. പിന്നെ പെറ്റീഷൻ കൊടുത്ത കാര്യം, ഇയാൾ ടോർച്ചർ ചെയ്യുന്ന കാര്യം, പിന്നെ എന്തോ ഫോട്ടോ ഞാനായിട്ട് അറിയാതെ ലീക്കാക്കിയതാ. പിന്നെ പറഞ്ഞ് ഫിറോസ് ഖാൻ ലീക്കാക്കിയത്. ഫിറോസ് ഖാൻ എന്തോ ചെയ്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ല OTP വഴി ഇതിനകത്ത് ഉണ്ടാക്കിയത്. ഇനി അങ്ങനെ വല്ലതും ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മുതൽ തട്ടിയെടുത്ത് അവിടുന്ന് സ്പ്രെഡ് ചെയ്ത് വലിയ ഇഷ്യൂ അല്ലേ? ഇഷ്യൂ ശരിയാണ്. സംസാരങ്ങളെല്ലാം നമ്മൾ തമ്മിലുള്ള തർക്കങ്ങളും വാക്ക് തർക്കങ്ങളെല്ലാം ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഉള്ളത് തന്നെയാണ്. ഞങ്ങൾ തികച്ചും ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള മാറ്റർ ആയിരുന്നു. അതിനെ വലിച്ചു കീറി ലോകത്തിനോട് ഇട്ടുകൊടുത്തവരെ തന്നെ പറയണം ചേട്ടാ. കാരണം ഇതിന് ദിയാസന എന്ന് പറഞ്ഞൊരു കുട്ടിയും, ദിയാസന അതുപോലെ ആൻമരിയ എന്ന് പറഞ്ഞ ഇവർ 2 പേരാണ് ഇട്ട് കൊടുക്കുന്നത്. ഫിറോസ് ഖാൻ ഇട്ട് കൊടുക്കുന്നത്. ഫിറോസ് ഖാൻ്റെ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട്. അത് പുള്ളി പറയുന്നുണ്ട് ഇവരാണ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ തെളിവുകളെല്ലാം ഉണ്ട്.
അല്ല വേറെ നമുക്ക് വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, തെളിവിന്റെ ആവശ്യമില്ല. കാരണം എനിക്കറിയാലോ ഞാൻ ഇവർക്ക് രണ്ടുപേർക്ക് ഇട്ട് കൊടുത്തത്. വോയിസ് ക്ലിപ്പ് ഒരിക്കലും നിഷേധിക്കുന്നില്ലല്ലോ, പിന്നെ അതിനകത്ത് വേറെ കാര്യങ്ങൾ കുഴപ്പമില്ല. അത് തികച്ചും ഞങ്ങളുടെ പേഴ്സണൽ ആണ്. അപ്പോൾ അത് കാണിച്ചിട്ടാണ് നമ്മൾ പരാതി കൊടുത്തത്. അല്ല, രണ്ടാമത്തെ പരാതി നമ്മൾ കൊടുക്കാൻ കാരണമുണ്ട്. കാരണം ഇവരെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഓ, ഭീഷണിപ്പെടുത്തോട്ടെ, പെടുത്തിക്കോട്ടെ. ഏതൊക്കെ രീതിയിലുള്ള മാനിപ്പുലേഷനും അവിഹിതത്തെ ഏതൊക്കെ രീതിയിൽ കാണിക്കാം, എങ്ങനെയാണ് ഞങ്ങൾ അറ്റാച്ച്മെന്റ് ആയി എന്നുള്ളത് ആണെന്ന് പറയണം. ഇതാണ് കാരണമെന്ന് പറയണം, അത്രേ ഉള്ളൂ. ഇവിടെ ആരും തെറ്റൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് ഉണ്ടായി, നിങ്ങൾ ചെയ്ത്, അത് നിങ്ങൾ തന്നെ ആ വോയിസിനകത്ത് പറയുന്നുണ്ട്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതങ്ങ് അഡ്മിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി ഞാൻ അങ്ങനെ തെറ്റുകാരനാണ്, അങ്ങനെയാണെങ്കിൽ അവരും ഇതിനകത്ത് തെറ്റുകാരനാണ്. അത് ചുമ്മാ ആരോപണമായിട്ട് പറഞ്ഞാൽ പോരല്ലോ, വ്യക്തമായ കാര്യങ്ങളായിട്ട് വന്നാലല്ലേ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത് മനസ്സിലാകത്തുള്ളൂ. ബാക്കി ഈ ഒരു സാധനങ്ങൾ ഫിറോസ് ഖാൻ ഇങ്ങനെ ഇടാൻ തുടങ്ങിയപ്പം ഈ ഫോട്ടോ കൂടെ ലീക്കായപ്പം ആൾക്കാർ അങ്ങ് കയറി ഏറ്റെടുത്തു. ഈ ഫോട്ടോ ഇദ്ദേഹം ലീക്കാക്കിയതാണ്. ഫിറോസ് ഖാൻ തന്നെ ഫുള്ള് ലീക്കാക്കി. അതിന്റെ നമുക്ക് എങ്ങനെ അത് അറിയാൻ പറ്റുന്നത് ഇദ്ദേഹം ലീക്കാക്കിയെന്ന്? സോഷ്യൽ മീഡിയ ആദ്യത്തെ ഫോട്ടോസ് അതൊന്നും പുള്ളിയല്ല, അതൊന്നും ഞാൻ ഇല്ലാത്ത കാര്യത്തിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് എന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തത് അത് ആദ്യത്തെ ഒരു ഫോട്ടോസ് അല്ല, ഫേസ്ബുക്കിൽ അതൊന്നും ഒരു ചെറിയ ലൈവ് പോലത്തെ ഒരു സാധനം വന്ന് ഞാനത് ആ ഫോട്ടോസ് ഒന്നും ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആണ്. ആ സമയത്താണ് ഇത് ചെറുതായിട്ടൊരു സൂചന തന്നപ്പോഴത്തേക്ക് ഉടനെ പെട്ടെന്ന്. അല്ല, ഞാൻ ഒരു കാര്യം ഇപ്പോഴും ഓർത്തതേ, പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ അയാളെ ത്രട്ടൺ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം. അതേ വോയിസ് ക്ലിപ്പിനകത്ത് പുള്ളിക്കാരി ഈ പൂക്കുറ്റിയോട് പറയുന്നുണ്ടല്ലോ, ഇന്ന് തന്നെ നിങ്ങളുടെ ഭാര്യയോട് കാര്യം പറയണമെന്ന്. നമ്മൾ തമ്മിൽ ബന്ധത്തിലാണ്, എനിക്ക് വയറ്റിലുണ്ടായി എന്നുള്ള കാര്യം ഭാര്യയോട് പറയണമെന്ന്. ആ പറയുന്ന ഒരു ത്രട്ടണിങ് അല്ലേ അപ്പം? അദ്ദേഹം പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ത്രട്ടണിങ് അല്ലേ? അപ്പോൾ ഇമാതിരി പരിപാടികളെ അയാളെ പച്ചയ്ക്ക് വലിച്ചു കീറി വെച്ചിരിക്കുക. ഇപ്പോഴും അയാൾ എന്തോ പേടിച്ചിട്ടെങ്ങാണ്ടാണ് വിളിക്കുന്നത്. കോള് നിർത്തി കഴിഞ്ഞാൽ അടുത്ത വിഷയം ഉണ്ടാക്കുന്നെങ്ങാണ്ട് അറിഞ്ഞിട്ടെങ്ങാണ്ടിരിക്കുക. എനിക്കറിയാൻ വയ്യ. ഫിറോസ് ഖാൻ അതെടുത്തിട്ട് ഫിറോസ് കുറെ ആൾക്കാരെ വിളിച്ചിട്ട്, ഫിറോസ് തന്നെയാണ് കുറച്ച് ആൾക്കാരെ വിളിച്ച് ഈ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് അങ്ങനത്തെ ഒരു അലിഗേഷൻ പുള്ളി പറയാൻ തുടങ്ങിയപ്പോഴാണ്. കാരണം ഈ ആൾക്കാർ പറയുമ്പോൾ ഫിറോസ് ഖാൻ ഇവിടെ നിന്നുള്ള ആക്ഷൻ കർമ്മ വരും എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും പുള്ളി ഉള്ള സമയത്താണ് ഞാൻ പുള്ളിക്കാരനോട് പോയെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കാരണങ്ങൾ, കാരണം എന്നെ രക്ഷിച്ച, എന്നെ ലോകത്ത് എന്നെ രക്ഷിച്ച ഒരു മനുഷ്യനാണ് അയാൾ. എന്നെ ദ്രോഹിക്കാത്തൊരു മനുഷ്യനാണ്. എന്നെ ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ, സജിനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ അങ്ങേരാണ്. എൻ്റെ മക്കൾ ഇപ്പോഴും കഴിക്കുന്ന നല്ല രീതി എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും അതിന് കാരണം അങ്ങേരാണ്. കാരണം വർക്കില്ലാത്ത സമയത്ത് എന്നെ നോക്കിയൊരു മനുഷ്യനാണ്. എനിക്ക് അയാൾ എവിടെയും വലിച്ചു കീറാനോ ഓട്ടിക്കാനോ എനിക്കല്ലാതെ അയാൾ അങ്ങനെ ചെയ്താൽ എൻ്റെ മക്കൾക്കും എനിക്ക് ശിക്ഷ കിട്ടത്തുള്ളൂ. അത്രയും നല്ലൊരു മനുഷ്യനാണ് അയാൾ. അങ്ങനത്തെ ഒരു അലിഗേഷൻ വന്നപ്പം ശരിക്കും ദൈവമേ, പൂക്കുറ്റിയുടെ ഒരു ഫോട്ടോ കിട്ടിയായിരുന്നു, വീട്ടിൽ വിളക്ക് കത്തിച്ച് വെക്കായിരുന്നു കേട്ടോ, മാലയൊക്കെ ഇട്ട്. ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ മനുഷ്യരൊക്കെ ഈ കേരളത്തിലുണ്ട്. വളരെ നല്ല കാര്യം. പോട്ടെ, ഞങ്ങൾ തമ്മിൽ ബന്ധമില്ലാഞ്ഞപ്പോഴാണ് പൂക്കുറ്റിയായിട്ട് ഞാൻ പൂക്കുറ്റിയായെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂക്കുറ്റി വരുന്നതിന് മുമ്പ് വേറൊരു 3-4 കുറ്റി ഉണ്ടായിരുന്നല്ലോ. അത് ഈ കല്യാണം കഴിഞ്ഞിരുന്ന സമയത്താണല്ലോ ഉണ്ടായിരിക്കുന്നത്. അതിന് തെളിവുകളും പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. അതിനെതിരെ എന്താണ്ട് ആരും വന്നില്ല. 3-4 ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ഞാൻ പുറത്തു വിട്ടല്ലോ. അവർക്ക് അതിനകത്ത് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരതിനെ എതിർത്ത് സംസാരിക്കാനായിട്ട് വന്നില്ല? എല്ലാവരും സൈലന്റ് കില്ല്, സൈലന്റ് ബേബി, സൈലന്റ് രീതി പോകുന്നു. അതല്ലേ സംഭവം? അപ്പം നമ്മൾ എന്തോ വിശ്വസിക്കേണ്ടത്? പിന്നെ എന്തിനാ ഇങ്ങനെ നടന്ന് മെഴുകുന്നത്? ഇദ്ദേഹം ഇത് പുറത്തു വിട്ടല്ലോ, ഫിറോസ് പുറത്തു. അതേപോലെ റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഇമേജിനെ ബാധിച്ചിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറയുന്നത്? കാരണം പുള്ളി ഇങ്ങനെയുള്ള അലിഗേഷൻ കാര്യങ്ങളൊന്നും പുള്ളി ഏറ്റെടുക്കാനോ അങ്ങനെ അതിനെ പ്രതികരിക്കാനോ എൻ്റെ അടുത്ത് പോലും പറഞ്ഞത് നീ സംസാരിക്കാൻ പോകണ്ട, വിട്ടേക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. കാരണം പുള്ളിക്ക് ഇതിനകത്തുള്ള അലിഗേഷൻ കാര്യങ്ങളൊന്നും പുള്ളി അങ്ങനെ താല്പര്യമില്ല പുള്ളിക്ക് അതിന്. കാരണം ഇതൊക്കെ പുള്ളി പറയുന്നത് അത് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം, അത് വിട്ടേക്ക്. പക്ഷേ ഈ വോയിസ് റെക്കോർഡ് വന്നപ്പോൾ ഭയങ്കര അതൊക്കെ നമ്മൾ അവിടെ നമ്മൾ അത് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അവരെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇക്കടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഫുൾ സപ്പോർട്ട് ഞങ്ങളോട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ എന്ത് നടപടിയാണ്? ഇക്കയുടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഈ ഒരു കാര്യത്തിന് കൂടെ സപ്പോർട്ടാണെന്നാ. അപ്പൊ ഭാര്യയായിട്ടുള്ള ഒരു പെങ്കൊച്ചും പോരാ. അപ്പൊ കൂടെ നിന്ന ഭാര്യയായിട്ടുള്ള പെണ്ണു ഇതിനെല്ലാം സപ്പോർട്ട് നിൽക്കുക. അങ്ങനെയാണോ? നിങ്ങൾ എന്തുവാ കുടുംബ വിളക്കോ? എന്തുവാ സംഭവം? എന്തോ ഈ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പൂക്കുറ്റിക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. പൂക്കുറ്റി ഇതൊന്നും വറീഡല്ല. ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ വന്നാൽ അതിനകത്ത് ഈ വറീഡല്ല എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ഒരു 6-7 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വക്കീൽ നോട്ടീസ് എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? വലുതായിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ലേ? ഇനി നമുക്ക് ബാക്കിയും കൂടെ കണ്ട് തന്നെ വരാൻ കഴിയും. എല്ലാം കണ്ട് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. പിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വർക്കുകളില്ല, ഒരു വിധത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് പോലും ഞാൻ ഫിറോസിനെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, കുഞ്ഞിനുള്ള ചിലവിനെങ്കിൽ ഇട്ട് എന്തെങ്കിലും. കാരണം എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്ററും ഒക്കെ എനിക്ക് എൻ്റെ ചിലവും കൂടെ നോക്കണം. എൻ്റെ കുഞ്ഞിന് മൂത്ത മോളെ നോക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ കൂടെ ഞാനും കൂടെ വന്നിരിക്കുമ്പോൾ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര പ്രഷർ വന്നു. അപ്പം ഞാൻ ഓർത്തു, അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോടാകുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കെയർഫിൽ ദുബായിൽ, അതും ഞാൻ വലിയൊരു കുരുക്കിലാണ് ചേട്ടാ പോയി വീണത്. അതിനകത്തുനിന്ന് അവിടെ നിന്ന് ഞാൻ ഈ റസൂൽ പൂക്കുട്ടി വരാൻ കാരണം അങ്ങനെ എനിക്കും അന്നേരം എൻ്റെ ഈ മെൻ്റൽ ടോർച്ചറിങ് വന്ന സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയി. കാരണം ഫിറോസ് വന്നിട്ട് ആദ്യം ഞാൻ ഫിറോസിനെ വരട്ടാനാണെങ്കിലും പിന്നെ എനിക്കും വിഷമമായി. അപ്പോൾ ഫിറോസ് വന്നില്ല, എനിക്ക് വേണ്ട.
ഫിറോസും പൂർണ്ണമായിട്ട് എന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി എന്നെ. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ട്രോമയിലോട്ട് പോയി. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ അന്നത്തെ കണക്ക് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇയാൾ പൂർണ്ണമായിട്ട് ഇയാൾക്ക് വേണ്ടാന്നുള്ള രീതിയിൽ തീരുമാനിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഒന്നത് വർക്കില്ല, എല്ലാം കൊണ്ട് ഇതായിപ്പോയി. എനിക്ക് അന്നോട് ആ സിറ്റുവേഷൻ. ആ സമയത്ത് എൻ്റെ കുറച്ച് നല്ല ഫ്രണ്ട്സുകൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി. എന്നെ ആ മെൻ്റൽ ട്രോമയിൽ നിന്ന് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകും കറങ്ങാൻ പോകും. പെണ്ണുങ്ങളാണേ, ആണുങ്ങൾ പിന്നെ അതും പറയാം ആണുങ്ങളാണെന്ന്. എന്നെ കുറച്ച് അവരെ കുറിച്ച് പറയേണ്ട, അവർ പേര് പറയാത്ത കാരണം ഇങ്ങനെ കുറേ അലിഗേഷൻ നടക്കുന്നുണ്ട്, അവരുടെ പേര് ഞാൻ പറയാത്തതാണ്. അവരെല്ലാം എന്നെ കൊണ്ടുപോയി ആക്കി. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരിയുടെ ഒരു വർക്കിന് റസൂൽ പൂക്കുട്ടിയുടെ പുള്ളിയുടെ ഒരു പ്രോഗ്രാമിന് നമ്മൾ പോവുകയാണ്, ഒരു റെക്കോർഡിങ്ങിന് പോവുക. അവിടെ പോയ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ റസൂൽ പൂക്കുട്ടിയെ റസൂൽ ഖാനെ കാണുന്നത്. ഞങ്ങൾ പിരിഞ്ഞിട്ടുണ്ട്, പിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം. ആ സമയത്ത് ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷേ ഡിവോഴ്സ് നടക്കുന്നേ ഉള്ളൂ, ഡിവോഴ്സ് തരാന്നുള്ള രീതിയിൽ മൂവി നടക്കുന്നേ കേസ് മൂവി. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. പുള്ളി ചെയ്യാം എന്ന് പറയും, മ്യൂസിലായിട്ടായാലും ഏതെങ്കിലും വക്കീലിനെ കാണാൻ പറയും. പക്ഷേ വക്കീലിനെ കാണണമെങ്കിൽ പൈസ കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ആ സാധനം ഇല്ല. ആ സമയത്ത് ഒരു ഗോൾഡ് പോലും ഇല്ല. കാരണം എല്ലാം കൂടെ വീടിന് വേണ്ടി ചിലവാക്കി എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടിയ പൈസ എല്ലാം കൊണ്ടുപോയി ഇയാൾ. എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. ഒരു 100 രൂപ വേണമെങ്കിൽ എൻ്റെ സിസ്റ്ററിന് ചോദിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ലാസ്റ്റ് ഇവരെന്നെ ഇതാക്കിയിട്ട് വർക്കും ഇല്ല, ഭയങ്കര ടോമിലോ. അപ്പോൾ ഇവിടെ കൊണ്ടുപോകുന്ന എന്തിനാണെന്നറിയാം, ഏതെങ്കിലും വർക്ക് കാണുവാണെങ്കിൽ ഏതെങ്കിലും ആക്ടർ ഏതെങ്കിലും കണ്ട വർക്കിന് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പുള്ളിയുടെ വർക്കിന് എൻ്റെ ആവശ്യമല്ല, പുള്ളിക്കാരുടെ ഒരു റെക്കോർഡിങ്ങിന് വേണ്ടി നമ്മൾ പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാർ ഇങ്ങനെയാണ്, പുള്ളിക്കാരി ആക്ട്രസ് ആണ്, എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പറയണം, നമ്മൾ ഈ മൂവിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, ഒറ്റാന്ന് പറഞ്ഞ മൂവി നടക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. സാർ വന്ന് നോക്കുമ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞു. അവിടെ നമ്മൾ പോയി. അന്നും എനിക്ക് കോൺടാക്ട് നമ്പർ അയാളുടെ ഒന്നുമില്ല. ഓക്കെ സാർ, ഞാൻ ഭയങ്കര ബഹുമാനിച്ച് തന്നെ സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞ് ഇങ്ങനെയാണ് ആ ഒരു പരിപാടിയുടെ തിരശീല വീഴുന്നില്ല, തിരശീല ഓപ്പൺ ആവുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കുറച്ച് മുമ്പ് കേട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് എല്ലാം എത്തിയതും. അച്ഛനാണോ കൊച്ചച്ഛനാണോ വല്യച്ഛനാണോ മരുമോനാണോ മച്ചമ്പിയാണോ എന്ന് പറയാൻ പറ്റാത്ത, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു അഗാധമായ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും ദിവ്യമായ ഒരു പ്രണയമാണെന്നും ആ പ്രണയത്തിൽ കവിഞ്ഞ് മറ്റെന്തോ വാക്കുകളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിനായിട്ട് ആലങ്കാരികമായിട്ട് വർണ്ണിക്കാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെയാണ് പുള്ളിക്കാരി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ. ഇനി ബാക്കി സാധനങ്ങൾ കുറേ ആയി, അതായത് കുറേ കഥകളും കുറേ പെണ്ണുങ്ങളെ പൊക്കി ലാസ്റ്റ് നമ്മൾ പറയുന്നത് നമ്മളൊന്ന് മരയിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ലാസ്റ്റ് ഞാൻ തീരുമാനം എടുത്തു, ഫിറോസെ എനിക്ക് ഈ ലൈഫ് വേണ്ട. ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞു. അതായത് മറ്റേ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇങ്ങനെ വിട്ട് തളർവാദം പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് പശ്ചാത്താപം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഫിറോസ് ഖാന്റെ അഭിഹിതങ്ങളെല്ലാം ചേച്ചി പൊക്കി അവസാനം അങ്ങ് കുഴഞ്ഞതിന് ശേഷമാണ് നമുക്ക് പിരിയാമെന്ന് തീരുമാനിച്ചതെന്ന്. നമ്മളെല്ലാം വിശ്വസിക്കണം അല്ലേ? വിശ്വസിച്ച് ചേച്ചി പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക, അത്ര ഉള്ളൂ. വിശ്വസിച്ചാൽ എല്ലാവരും വിശ്വസിച്ചോണം കേട്ടല്ലോ. ഞാൻ വിശ്വസിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വിശ്വസിക്കരുതെന്നല്ലോ, എല്ലാവരും വിശ്വസിച്ചോണം കേട്ടല്ലോ. പറഞ്ഞു. കാരണം വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു പെൺകൊച്ചിനുമായിട്ട് അതുകൊണ്ട് അത് ഞാൻ കണ്ട കാര്യം കേട്ടോ. ലൊക്കേഷനിൽ പോയിട്ട് ഇവരൊരു സിനിമ സെറ്റ് ചെയ്ത് അവിടെ പോയിട്ട് ഈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത്, സജിന ഞാൻ അവിടെ സെറ്റിൽ നിൽക്കുക, എനിക്ക് രാത്രി നൈറ്റ് ഷൂട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ ആ പെൺപിള്ളാരോ അവർ രണ്ടുപേരും അങ്ങ് പോയി, അവർ രണ്ടുപേരും പോയെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇതുപോലെ എനിക്ക് എന്തോ സംശയം തോന്നിയിട്ട് ഞാൻ വേറെ ആൾക്കാരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് സജിന അവർ പോയിട്ടില്ല, അവർ മറ്റേ അപ്പുറത്തെ റൂമിൽ ഏതോ ഒരു അപ്പുറത്തെ റൂമിൽ അവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഇതുപോലെ സംശയം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, ഫിറോസിനെ വിളിക്കുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യുന്ന കുറേ പേര് അവരുടെ ഷൂട്ടിലുള്ള കുറേ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്, സജിന ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കിടക്കുന്ന, ഒന്ന് ഉറങ്ങാൻ സമയത്ത് നീ ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നത്. പുള്ളി ഫോൺ അങ്ങ് ഓഫാക്കി കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ എന്ത് ചെയ്ത്, അരിഞ്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടല്ലോ. അപ്പോൾ അരിഞ്ചേട്ടനെ ഞാൻ വിളിച്ചു, അരിഞ്ചേട്ടാ എന്ത് ചെയ്ത് ഫിറോസിക്ക് ഒന്ന് കൂടെ മോളെ, അതാ അവൻ അപ്പുറത്തെ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത്, ഞങ്ങളെല്ലാവരും ഇവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. കേട്ടോ, അവിടെ നിന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ കയറിയിട്ട് ഞാൻ ചോദിച്ചു, മറ്റേ പുള്ളിക്കാരിയോ? അത് ഇപ്പുറത്തെ റൂമിലുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ വിളിക്കുന്നതും ഞാൻ അവിടെ ചെന്ന് കയറുന്നതും അപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്ത് ചാത്തന്നൂർ തന്നെ ഷൂട്ട് നടക്കുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ പുള്ളിക്കാരിയാണ് വന്ന് കഥ തുറക്കുന്നത് അവിടെ സെറ്റിൽ. പുള്ളിക്കാരി വന്ന് കഥ തുറക്കുമ്പോൾ ഈ പുള്ളിക്കാരി കിടക്കുന്ന റൂമിൽ അതും അടച്ചു കിടക്കുന്നു, ഇതും അടച്ചു കിടക്കുന്നു. ഫിറോസ് ഖാന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. കാരണം അവിടുത്തെ മാത്രം കഥ തുറന്ന് കിടക്കുന്നത്. ഞാൻ കയറിപ്പോയി, അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, അടിയും ബഹളം ഉണ്ടാക്കി. ഞാൻ അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര വയലൻ്റായി. എല്ലാവരും വന്നു, എല്ലാവരുടെ മുന്നിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ കണ്ടില്ല ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എല്ലാവരും അവിടെ എല്ലാ സെറ്റിലും എല്ലാവരും അറിഞ്ഞ കാര്യം. അത് അന്ന് ഞാൻ അങ്ങനെ ഇത്രയും വലിയൊരു അവിഹിതം പൊക്കിയിട്ടല്ലേ ചേച്ചി ഇരുന്നത്. കഷ്ടം തന്നെ. എന്തെങ്കിലും അതിന് പാകത്തിൽ കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചെയ്യല്ലേ, സ്ക്രാച്ച് വീഴും. കണ്ണാടി ഇട്ടിട്ട് വെളിയിൽ നിൽക്കുന്നവരോട് പറഞ്ഞാൽ വല്ലതും കേക്ക് പോകും. ഞാൻ അതിലും വലിയൊരു മന്ദൻ. സജിനയുടെ ഒക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മന്ദനായി പോകത്തേ ഉള്ളൂ അവസാനം. എന്തോ ചെയ്യാനാ? അങ്ങനെ വലിയൊരു അവിഹിതം പൊക്കിയിട്ടിരിക്കുന്ന ചേച്ചിയായിരുന്നു. ഈ പറയുന്ന അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എൻ്റെ സ്വന്തമായിട്ട് വെള്ളം അടിക്കാനോ ഏതൊക്കെ രീതിയിലും പറയായിരിക്കും. നിങ്ങൾ എന്തൊക്കെയോ തെളിവുകൾ കൊണ്ടുപോകാൻ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ആ തെളിവുകൾ കാണാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ആ തെളിവുകൾ കൊണ്ടുവരൂ. അതിനകത്ത് കാര്യമുള്ള തെളിവുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുക്കും, ഉറപ്പായിട്ടും ഏറ്റെടുക്കും. അങ്ങോട്ടൊരു പാലം ഇട്ടാൽ ഇങ്ങോട്ടൊരു പാലം കൃത്യമായിട്ട് ഏറ്റെടുത്തിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്യാതൊന്നും ഇരിക്കത്തില്ല. അങ്ങനെ ചേച്ചിയുടെ ഇത് ഒരു വലിയൊരു ജേണിയാണ്. ഈ ജേണിയാണ്, അതായത് കംപ്ലീറ്റ്ലി അപരാധങ്ങൾ എങ്ങനെങ്കിലും കറക്കി മറു സൈഡിലേക്ക് കൊണ്ടുപോകുക. ആ ഒരു അപരാധം ഓഫ് ദി ഇയർ ആണ് ഈ 2026 അല്ലേ ഇത് 6 നടന്നുകൊണ്ടിരിക്കുന്ന സജിനയുടെ ഈ ഒരു വിഷയം.
ഇനിയിപ്പം കിടന്ന് മുഴുകിയിട്ടും അത് AI വോയിസ് ആണെന്നും ആ വീഡിയോ AI ജനറേറ്റർ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മറ്റേ 3GB ഉണ്ടായിരുന്ന സമയത്തെങ്ങാണ്ട് വരുന്ന സാധനമായിരിക്കും 4GB പാട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന സമയത്തെങ്ങാണ്ടുള്ള വീഡിയോസ് വരെ കൊണ്ടുവന്നത്. അതെന്തായാലും AI എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ളത് എങ്ങനെയെങ്കിലും വെച്ച് കുറച്ചെങ്കിലും വെള്ളം എടുപ്പിച്ച് മാന്യത്തോടുകൂടി എങ്ങനെയെങ്കിലും ഏതെങ്കിലും സെറ്റിലൊക്കെ പോകും. അത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു കൺസേനും പ്രതീക്ഷയുള്ള ഒരു കാര്യം. അതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ കിടപടഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് വ്യക്തമായിട്ട് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ശരി.